ഇത് ഞാൻ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ മീൻ കറി വയ്ക്കാനായിട്ടാണ്. 2 കിലോ മീനുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറിയ സ്പൂണ് കരിജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് നമുക്ക് നാളേക്കാണ് ഞാനത് ചെയ്യുള്ളൂ. ഇന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് നന്നായി ഉപ്പും മുളകും പിടിക്കും. അതിന് വേണ്ടിയിട്ട് നാളെ നമുക്ക് തൃശ്ശൂർക്കാർ മീൻ കറി കായൽ മീൻ വെക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇത് മലിഞ്ഞി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, മുകളിലൊന്നും അതില്ലാതെ ഇല്ലാത്തൊരു മീനാണ്. മസിലിന് നല്ല ഉറപ്പ് കിട്ടാനുള്ള മീനാണ്. അപ്പോൾ എൻ്റെ മക്കൾ 2 പേര് സ്പൈനൽ മസ്കുലർ അട്രോഫി ആയിരുന്നു. അവർക്ക് ഞങ്ങൾ ഇത് വറുത്ത് കൊടുക്കായിരുന്നു. ഇപ്പോൾ അവരില്ല. പക്ഷെ എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കാം. കുട്ടികൾക്ക് നല്ലതാണ്. കാരണം മസിൽ ഉറക്കാൻ ബെസ്റ്റാണ്. ആയുർവേദക്കാർ പറയുന്നതാണ്. ഞങ്ങൾ എന്നിട്ട് ഇത് വറുത്തടയ്ക്കുക കൊടുക്കായിരുന്നു എൻ്റെ മക്കൾക്ക്. അപ്പൂന് കൊടുക്കാൻ നല്ലതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ബെസ്റ്റാണ്. എല്ലാവർക്കും നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വറുത്ത് വെക്കാം. പിന്നെ ഒരു മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, മീൻ ഇന്നലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൽ ഉപ്പും മുളകും ഒക്കെ നന്നായി, അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായി പിടിച്ച് കഴിയുമ്പോൾ മീൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് മീൻ കഴിക്കുമ്പോഴുണ്ട്. അത് നമ്മൾ അപ്പം തന്നെ ആക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഉപ്പൊന്നും പിടിക്കാതെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാം. അപ്പം ഞാൻ ഈ മീനിൻ്റെ കാര്യം വറക്കണത് പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇത് കുട്ടികൾക്ക് ബെസ്റ്റാണ്. വാങ്ങി കൊടുക്കുന്നത് നല്ലതാണ്. ആയുർവേദക്കാർ പ്രത്യേകിച്ച് പറയുന്നതാണ് അത് കുട്ടികൾക്ക് വാങ്ങി കൊടുക്കണം നല്ലതാണെന്നൊക്കെ. ഞങ്ങളങ്ങനെ അത് കാരണം കുട്ടികൾക്ക് വാങ്ങി കൊടുക്കേണ്ടത് മസിലുറക്കാൻ. അപ്പോൾ അവർക്കത് പറ്റില്ല. അതൊരു ജനറ്റിക്കായിട്ടുള്ള ഒരു അസുഖമായതുകൊണ്ട് അവർക്കത് കാര്യമില്ല. കുറച്ചൊക്കെ ഒരു ഉപകാരപ്രദമാണ്. അത് സാധാരണ കുട്ടികൾക്ക് ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഇത് വാങ്ങി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ വറക്കുമ്പോൾ ഒന്ന് കാണിച്ചതാണ്. മീൻ കറി നമുക്ക് കാണിക്കാം. അപ്പോൾ മീൻ കറി വയ്ക്കാനുള്ള മീനാണ് ഞാൻ ഇന്നലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ 1 സ്പൂണ് 3/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു അരയേക്കാളും കൂടുതൽ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ഒക്കെ ഇട്ട് ഉപ്പും ഒക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. കുഴപ്പമില്ല. അപ്പം തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എടുത്ത് വെച്ച് ചെയ്യുമ്പോഴാണ് ദോഷം ചെയ്യുക. അതിപ്പോൾ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതിൽ തന്നെ ഞാൻ സബോളയിട്ട് വഴറ്റുകയാണ്. മാങ്ങിയിട്ട് നാളികേരപ്പാൽ ഒഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കായൽ മീനാണല്ലോ. നമ്മൾ കടൽ മീൻ വയ്ക്കുമ്പോൾ കുടപ്പുളിയിട്ട് പറ്റിച്ച് വയ്ക്കാം. അതിപ്പോൾ കായൽ മീനാണ്. അപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ച് നമുക്ക് വയ്ക്കാം. അപ്പോൾ സബോള വഴറ്റാൻ വെച്ചിട്ട് അതാവട്ടെ. വല്ലാണ്ട് വഴന്നു പോകണമെന്നില്ല. നമ്മളത് ലാസ്റ്റ് ചമ്മലിയൊക്കെ കാച്ചാനുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് വല്ലാണ്ട് മുരിച്ചെടുക്കൊന്നും വേണ്ട. ഒരുവിധം വഴന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അതിൽ നിന്ന് വേർപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പിലേക്ക് ഇടാം. ഒരുവിധമായിട്ട് അപ്പം പച്ചമുളക്, ഇഞ്ചി, ഇതൊന്ന് അതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ
ഈ സവോള അങ്ങനെ തന്നെ ഈ മീനിലിടുമ്പോൾ ഒരു രസമില്ല. അതുകൊണ്ട് അതൊന്ന് വാട്ടിയിടുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ. ഇതിലിപ്പോൾ തക്കാളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല, മാങ്ങിയിട്ട് വെക്കാനാണ്. ഇതിലൊക്കെ ഓൾറെഡി ഉപ്പ് ചേർത്ത കാരണം നമുക്ക് നോക്കിയിട്ട് ഇനി ഉപ്പൊക്കെ ഇട്ടാൽ മതി. തൽക്കാലം നമുക്ക് മാങ്ങിയിട്ട് ഇത് വേവിക്കാം. ഇപ്പൊ ഞാൻ അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു. പിന്നെ മാങ്ങി ഒന്ന് വേവട്ടെ. അപ്പൊ അതിലേക്ക് മീനിടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതിന് പുളി ഇറങ്ങട്ടെ. അപ്പൊ മൂടിയിട്ട് വേവിക്കും. മാങ്ങ ഒരു വിധം വെന്തുണ്ട്. അപ്പൊ ഉടഞ്ഞു പോരുത്. അതുപോലെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് മീനിടും. അത്യാവശ്യം പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ മീനിട്ടു. നമുക്ക് മീനിൽ ഇളക്കി യോജിക്കും. എല്ലായിടത്തും ആവണ വിധത്തിൽ യോജിക്കും. ഇതിൽ ഉപ്പുള്ള കാരണമാണ് ഞാൻ ഉപ്പിടാത്തത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മീനൊക്കെ ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഇല്ലെങ്കിൽ പോരാത്തത് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ പോരാന്ന് തോന്നുന്നവർക്ക് കുറച്ചും കൂടിയൊക്കെ ചേർക്കാം. ഞാൻ അത്ര മുളകോട് ചേർത്തില്ല. കാരണം കുട്ടി അപ്പൂന് മീൻ വലിയ ഇഷ്ടമാണ്. മീൻകറി കൂട്ടിയൊക്കെ കഴിക്കുക. അപ്പം അതിന് ചാറൊക്കെ വേണം. അതല്ലാണ്ട് മുളകായ ശരിയാവില്ല. അപ്പം മുളക് നോക്കി പാകത്തിന് പോരായി ഉണ്ടെങ്കിലൊക്കെ ചേർക്കാം. മുളകിൻ്റെയും ഇതൊക്കെ അളവ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ പലരും പല അളവിലാണല്ലോ ഇതൊക്കെ ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ മീൻ എത്രയുണ്ട് അതിനനുസരിച്ച് സബോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയൊക്കെ ചേർക്കാം. അപ്പം മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ചാറുള്ളൊരു കറിയാണ്. അപ്പം പറ്റിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. അപ്പം മീൻ വെന്തിട്ടുണ്ട്. നന്നായി പുളിയും കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അത് ഞാൻ ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് തമ്പാൽ വയ്ക്കാം. തമ്പാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളച്ചാൽ മതി. അല്ല, തിളയ്ക്കല്ല, ഒന്ന് ചൂടായാൽ മതി. അല്ലാണ്ട് തിളപ്പിച്ച് അത് ഒരു പിരിയണ പോലെയാവരുത്. മീനിലേക്ക് താളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അത് ഒരുവിധം ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇടാം. അതൊന്ന് മുരിഞ്ഞ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൽ നമുക്ക് ഉള്ളി ആയിട്ടുണ്ട്. നമുക്ക് വേപ്പില ഇടാം. അല്ലാണ്ട് വേപ്പെല്ലാം ഇതാവുന്നുണ്ട്. ഒന്ന് വാടിയാൽ മതി. അതിൻ്റെ മണമൊക്കെ കിട്ടണം. അപ്പോൾ പിന്നെ ഇത്ര മതി.
നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. കറിയിലേക്ക് ഒഴിച്ച് കുറച്ച് മല്ലിച്ചപ്പിട്ടു. ഇതാണ് നമ്മുടെ കറി. എല്ലാവർക്കും നാണ വിധത്തിൽ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റിയായ കറിയാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.